അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു കേസിലുള്ളൊരു കാര്യം, ഇപ്പം നിങ്ങളുടെ ഒരു വണ്ടി ഒരു കേസിൽ പോലീസ് പിടിച്ചിട്ടു, അത് പിറ്റേ ദിവസം പോലീസിന് വിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഏത് കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത്, ആ കോടതി അന്തിമമായി വിധി കൽപ്പിച്ച ശേഷമേ അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് ഇനി പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ഈ അനധികൃതമായി ഇവർ ED തടഞ്ഞു വെച്ചിരിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കാൻ ബാങ്ക് അപേക്ഷ കൊടുത്താൽ കഴിയുമെന്നുള്ള ഒരു ഇത് കോടതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഇതുവരെ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അല്ല, നിയമപരമായിട്ടും സാങ്കേതികമായിട്ടും തടസ്സമുള്ള കാര്യമാണ്. അത് ബാങ്ക് നിയമപരമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം കേസുള്ള സംഗതികളിൽ നമുക്കറിയാം, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുള്ള കേസുകൾ. അതേ സംബന്ധിച്ച് ഇപ്പോൾ ED തന്നെ ഇത് കുറ്റപത്രം സമർപ്പിച്ച് PMLA കോടതി നിൽക്കുന്നൊരു കേസാണ്. അപ്പോൾ അത്തരമൊരു കേസിൻ്റെ തീർപ്പാവാതെ അത്തരം കാര്യങ്ങളിൽ അന്തിമമായിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അല്ല, അത് സാങ്കേതികമായും നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് ബാങ്ക് ചർച്ച ചെയ്ത് അവരുടെ നിയമോപദേശത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കട്ടെ. ഇവിടെ പ്രശ്നം എന്താണ്? കരുവന്നൂർ ക്രൈസിസ് ഉണ്ടായ ശേഷം ആ ബാങ്ക് അടച്ചുപൂട്ടി പോവുകയല്ല ചെയ്തത്. ജനങ്ങളോടുള്ള വിശ്വാസം അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം തിരിച്ചു വയ്ക്കട്ടെ. എന്താണ് സുരേഷ് ഗോപിയുടെ പാർട്ടിയുടെ അനുഗ്രാശിസുകളോടെ ഇവിടെ ആരംഭിച്ച മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ച് 1 രൂപ തിരിച്ചു കൊടുക്കാൻ വല്ല സംവിധാനമുണ്ടോ? സുരേഷ് ഗോപിക്കോ BJPക്കോ മറുപടി ഉണ്ടോ? ഇപ്പോൾ ഗുരുവായൂർ അഗ്രോ ബാങ്ക് 350 കോടി രൂപയല്ലേ നിക്ഷേപം സ്വീകരിച്ച് ജനങ്ങളെ കബളിപ്പിച്ചത്? ശ്രീ പുഷ്പം ഫൈനാൻസ്, എത്ര പേരുകളും ഞാൻ പറയാം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJPയുടെ അനുഗ്രാശിസുകളോടെ മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ ആരംഭിക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തിട്ട് 1 രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല. ചോദിക്കാനും പറയാനും ആരുമില്ല. ഞങ്ങൾ വലിയ സമരം നടത്തി. പക്ഷേ ഇവിടെ എന്താ സംഭവം? അവിടെ ഉണ്ടായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പണം ഈ നേരത്തെ പറഞ്ഞ സംഖ്യ തിരിച്ചു കൊടുത്തു. ഇനിയുള്ള കാശും തിരിച്ചു കൊടുക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ വിഷയത്തെ തെറ്റായ നിലയിൽ അവതരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. അത് തന്നെ മര്യാദ കെട്ടൊരു നിലയിലാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് ആവർത്തിച്ച് പറയാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. ഗവൺമെൻറ്റിൻ്റെയും അധികൃത സംവിധാനങ്ങളുടെയും ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞതാണ്. പ്രായോഗികമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. 159 കോടി രൂപ തിരിച്ചു കൊടുത്തത് ആ വഴിയിലാണ്. എൻ്റെ ചോദ്യം മാധ്യമപ്രവർത്തകർ കൂടി സമൂഹത്തിന് മുമ്പാകെ വെക്കേണ്ടതാണ്. എന്തുകൊണ്ട് മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകളിൽ അത് നടക്കുന്നില്ല എന്നുള്ള കാര്യം സുരേഷ് ഗോപിയും BJPയും പറയട്ടെ. അല്ല, അത് ചർച്ച ചെയ്തിട്ട് പറയാം. പിന്നീട് പറയാം. അല്ല, അത് നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് രേഖാപരമായിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇതിലൊന്നും ഒളിച്ചോടിയൊരു നിലപാടല്ല ഞങ്ങൾക്കുള്ളത്. വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോഴും ജനങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസത്തിനൊപ്പം നിൽക്കാനും ഈ നിക്ഷേപകർക്ക് ഈ പണം തിരിച്ചു കിട്ടാനും കഴിയുന്ന വിധത്തിൽ ആ സംവിധാനം ഫലപ്രദമായിട്ട് മുന്നോട്ട് പോയി. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ആരംഭിച്ച മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകളുടെ നില എന്താണ് എന്നവർ വ്യക്തമാക്കട്ടെ.